ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ്. നമ്മുടെ ഒരു വീഡിയോ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയോളമായി. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ടാണ് വീഡിയോകളൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ 2020 വേൾഡ് കപ്പിനെ പറ്റിയാണ്. അപ്പോൾ ഞാനൊരു ക്രിക്കറ്റ് പ്രേമിയാണ്. അതുപോലെ തന്നെ ക്രിക്കറ്റ് പ്രേമികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ പലതും ആകാം. അപ്പോൾ എന്തായാലും എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാം. അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവരോട് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ പ്ലംബിങ് അതുപോലെ തന്നെ പ്രോപ്പർട്ടി മാനേജ്മെന്റ് ഫീൽഡിലൊക്കെ ഇപ്പം നിങ്ങൾ ജോലി നോക്കുന്നുണ്ടെങ്കിൽ എറണാകുളത്ത് കുറെ വേക്കൻസികളുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഫേസ്ബുക്കിന്റെ അക്കൗണ്ടിന്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് ജെന്യൂൻ ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ 2020 വേൾഡ് കപ്പ് തുടങ്ങി. ഇത്തവണത്തെ വേൾഡ് കപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ചാൽ ICC കുറെ ചെറിയ രാജ്യങ്ങളെ ഈ 2020 വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റലി, നമീബിയ, അങ്ങനെ ഒരുപാട് കുറച്ച് ചെറിയ രാജ്യങ്ങളെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ടീമുകളെ ആഡ് ചെയ്യുന്ന സമയത്ത് കരുതിയിരുന്നത് ഈ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്കെതിരായിട്ട് കളിക്കുമ്പോൾ ഇവരൊക്കെ ഇന്ത്യയൊക്കെ അവർക്ക് വലിയ ആധിപത്യം സ്ഥാപിക്കും, അല്ലെങ്കിൽ 10-300 റൺസൊക്കെ അടിച്ചു കൂട്ടും, അവരെ നാണം കെടുത്തും, അങ്ങനെയൊക്കെയാണ് ഞാൻ കരുതിയത്. ഇന്ത്യ മാത്രമല്ല, ഇംഗ്ലണ്ടും ഈ പറഞ്ഞ ഓസ്ട്രേലിയ ഒക്കെ അവരെ എടുത്തിട്ട് അലക്കുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ ഈ വേൾഡ് കപ്പിൽ സംഭവിച്ചതൊന്നുമല്ല. ചെറു രാജ്യങ്ങളെല്ലാം അവരുടെ കരുത്ത് കാണിച്ചിട്ടാണ് ഈ വേൾഡ് കപ്പിൽ നിന്നും മടങ്ങുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് സിംബാബ്വേയാണ്. സിംബാബ്വെ ഓസ്ട്രേലിയയെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഇപ്പം സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്ക അത് ചെറു രാജ്യമൊന്നല്ല ഞാൻ പറയുന്നത്. ശ്രീലങ്ക കുറച്ച് നാളുകളായിട്ട് പുറകോട്ടായിരുന്നു. ഒരു വേൾഡ് കപ്പിൽ അവർക്ക് ഇതുപോലും കിട്ടിയിരുന്നില്ല, പ്രവേശിക്കാൻ പോലും സാധിച്ചിരുന്നു. ആ ഒരു നിലയിൽ നിന്ന് ശ്രീലങ്ക മികച്ച പ്രകടനത്തോടുകൂടി ഈ വേൾഡ് കപ്പിൽ കളിക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഇറ്റലി ആണേലും നമീബിയ ആണേലും എല്ലാ ടീമുകളും അവരുടെ പ്രകടനങ്ങൾ ഗംഭീരമായിട്ട് തന്നെ ജയിച്ച മത്സരങ്ങളൊക്കെ, ഇപ്പൊ ഇംഗ്ലണ്ട് ആണേലും ഇന്ത്യ ആണെങ്കിലും ഇവർക്കെതിരെ ജയിച്ച മത്സരങ്ങളൊക്കെ നോക്കിയാൽ മതി. ചെറിയ റൺസിന്റെ ജയങ്ങളൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ വിക്കറ്റുകളും ഒക്കെ ആണല്ലോ അവർ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്ത. ചെറിയ ടീമുകളൊക്കെ നല്ല കളി കളിച്ചു. അപ്പൊ ഇനി അവർ ടെസ്റ്റ് ക്രിക്കറ്റിലേക്കൊക്കെ ഇവർക്ക് വരാൻ സാധിക്കട്ടെ. പിന്നെ ഇനി സൂപ്പർ 8ൽ ഇന്ത്യക്ക് 3 മത്സരങ്ങളാണ് വരുന്നത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ, സിംബാബ്വേക്കെതിരെ, അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിനെതിരെ. ഈ 3 മത്സരങ്ങളും ജയിച്ചാൽ ഇന്ത്യക്ക് സെമിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അങ്ങനെ ഇന്ത്യക്ക് തുടർച്ചയായ 2ാം കപ്പും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ത്യ-പാകിസ്ഥാൻ മാച്ചായിരുന്നു. ഇന്ത്യ-പാകിസ്ഥാൻ മാച്ച് നമുക്കറിയാം ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് നടക്കുന്നത്. കാരണം ഇന്ത്യക്കെതിരെ കളിക്കത്തില്ല എന്നൊക്കെ പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. അപ്പൊ പാകിസ്ഥാൻ കളിക്കത്തില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം അവരുടെ ഗവൺമെന്റ് ആണ്. എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്കറിയാം കളിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. എന്തായാലും ജയിക്കത്തില്ല. അപ്പൊ പിന്നെ ഇന്ത്യക്കെതിരെ കളിച്ച് വെറുതെ ഒരു നാണക്കേട് ഒഴിവാക്കാൻ കരുതിയായിരിക്കാം അവർ കളിക്കാൻ വിസമ്മതിച്ചത്. എന്നാൽ അത് തന്നെ സംഭവിച്ചു. ആസ് യൂഷ്വൽ എല്ലാ വട്ടവും സംഭവിക്കുന്നതല്ലേ. ഇന്ത്യക്കെതിരെ കളിച്ചു, തോറ്റു. അപ്പം പാകിസ്ഥാന് മിക്കവാറും ഇന്ന് ഒരാളെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും അവർക്ക് ഇനി മുന്നോട്ട് കളിക്കാൻ പറ്റും, സൂപ്പർ 8 കളിക്കാൻ പറ്റുമെന്ന്. കാരണം USA ആണ് ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. USA കയറിയാൽ പാകിസ്ഥാൻ പോക്കാണ്. പാകിസ്ഥാൻ പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു തരത്തിലും ഞാൻ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പം ഇന്ത്യ-പാകിസ്ഥാൻ മത്സരത്തിന്റെ ഒരു വൈബ് കിട്ടിയില്ല എന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരങ്ങൾ വരുമ്പോൾ എപ്പോഴും പേസ് ബോളർമാരുടെ ഒരു അഗ്രഷനും അതൊക്കെയാണ് നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത്. അതാണ്. പക്ഷെ ഇത്തവണ സ്പിൻ പിച്ച് ആയതുകൊണ്ട് തന്നെ മൊത്തം സ്പിന്നർമാരെ കൊണ്ട് എറിയിച്ചുള്ള കളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വൈബ് കിട്ടിയില്ല. ഇതൊരു നോർമൽ മത്സരം പോലെ. പിന്നെ സന്തോഷമാണ്, പാകിസ്ഥാൻ തോക്കുമ്പോൾ സന്തോഷമാണ്. പിന്നെ ഓസ്ട്രേലിയയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു ഓസ്ട്രേലിയക്ക്. ലോക ക്രിക്കറ്റിൽ അവർ കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ. അതങ്ങ് പോയി കിട്ടി. സിംബാബ്വേയായിട്ട് വരെ തോറ്റ് പോയി കിട്ടി. പിന്നുള്ളൊരു കാര്യം സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസണെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സഞ്ജു സാംസണെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരാളാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ സഞ്ജുവിന് ഒരുപാട് അവസരങ്ങൾ കിട്ടിയില്ല എന്ന് മാത്രം നമുക്ക് ഇനിയും പറയാൻ പറ്റത്തില്ല. ഇംഗ്ലണ്ടിനെതിരെ സീരീസിൽ 5 മത്സരങ്ങളിലും സഞ്ജു ഫ്ലോപ്പ് ആയിട്ടും വീണ്ടും അവസരം കിട്ടി. ന്യൂസിലാൻഡിനെതിരെ ഫ്ലോപ്പായി, അങ്ങനെ ഏഷ്യ കപ്പില് ഫ്ലോപ്പായി. എന്നിരുന്നാൽ ഇത്രയ്ക്ക് അവസരം കിട്ടിയിട്ട് സഞ്ജുവിന് അത് മുതലെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, ഹോം ഗ്രൗണ്ടായ തിരുവനന്തപുരത്ത് പോലും കളി നടന്നിട്ട് അവർക്ക് സഞ്ജുവിന് അത് മുതലെടുക്കാൻ സാധിച്ചില്ല എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടത് കാര്യമില്ല. പിന്നെ ഭാഗ്യക്കേടാണ് പകുതി മുക്കാലും അന്ന് തന്നെ പറയണം. കാരണം മറ്റുള്ളവർ അതിനനുസരിച്ച് പ്രകടനം അവർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ലെവലിൽ നോക്കുമ്പോൾ സഞ്ജു ഈ ഒരു ഇന്ത്യൻ ടീമിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രകടനം കൂടെ നല്ല രീതിയിൽ നടത്തണം. അപ്പൊ ഇന്ത്യക്ക് എന്തായാലും കപ്പടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം എല്ലാ രീതിയിലും അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് തന്നെയാണ്. അത് ബോളർമാർ എല്ലാവരും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. എടുത്തു പറയേണ്ടത് വരുൺ ചക്രവർത്തി, ബുംറ,
ബാറ്റിങ്ങിലാണ് തന്നെ ഇഷാൻ കിഷനൊക്കെ നല്ല ഫോമിലാണ്. ഈ ഒരു ടീമിനെ കൊണ്ട് നമുക്ക് കപ്പടിച്ചില്ലെങ്കിൽ അത് ഇന്ത്യക്ക് ഇതിലും വലിയൊരു നാണക്കേട് ഇനി വരാനില്ല. പാകിസ്ഥാനെയൊക്കെ നമ്മൾ നോക്കണ്ട, അതൊക്കെ ടീമിന്റെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ എന്തായാലും ഇന്ത്യക്ക് വേൾഡ് കപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ വേൾഡ് കപ്പിനെ പറ്റി ഒരു 2020 വേൾഡ് കപ്പിന്റെ ഒരു ആവേശം കുറച്ച് കുറഞ്ഞോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ, ഇതെന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അതിന്റെ ഒരു പ്രധാന കാരണം 2 വർഷം കൂടുമ്പോൾ 2020 വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഒരു ആവേശം കുറയുന്നത് പോലെ തോന്നി. മറ്റ് 50 ഓവർ വേൾഡ് കപ്പ് പോലെ ഇതൊരു 4 വർഷമോ അല്ലെങ്കിൽ ഒരു 5 വർഷമോ ഒക്കെ കൂടുമ്പോൾ നടത്തുന്നതിൽ കുറച്ചും കൂടി ഒരു ആവേശം ഉണ്ടായേനെ എന്ന് തോന്നിയത് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എന്നാലും കുഴപ്പമില്ല, ഈ ഒരു സീസണിൽ നമുക്ക് ക്രിക്കറ്റ് കളിയൊക്കെ കണ്ടിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കളികൾ കാണണമല്ലോ. ക്രിക്കറ്റിൽ ഇപ്പം ടെസ്റ്റും ഓഡിയും മാത്രം കണ്ടിരുന്നാൽ മാത്രം പോരല്ലോ. പിന്നെ ക്രിക്കറ്റിനെ 2020 വേൾഡ് കപ്പ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് ഇപ്പം രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനൽസ് നടക്കുന്നുണ്ട്. അതില് ഏറ്റവും എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം, എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ബോളറാണ് ഷമി. 8 വിക്കറ്റ് ജമ്മു കാശ്മീരിനെതിരെ നേടിയിട്ടുണ്ട്. അപ്പൊ ഷമിക്കും ഇന്ത്യൻ ടീമിലേക്ക് ഒരു വരവ് നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. ഇത്ര നല്ല പ്രകടനമൊക്കെ കാഴ്ചവെച്ച സ്ഥിതിക്ക് ഇന്ത്യൻ ടീമിലേക്ക് ഒരു മടങ്ങി വരവ് ഷമിക്ക് സാധ്യമാവുന്ന കാര്യമാണ്. പ്രസിദ്ധ് കൃഷ്ണയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷമി എന്തുകൊണ്ടും ബെറ്റർ ആണ്. അപ്പം ഇന്ത്യക്ക് വേൾഡ് കപ്പ് ജയിക്കാൻ സാധിക്കട്ടെ, അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ സിംബാബ്വേയായിട്ടും ജയിച്ച് സൂപ്പർ 8 നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ സാധിക്കട്ടെ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.